എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന പാൽ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 200 ml പാലാണ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. പാലെടുക്കുമ്പോൾ ഇളം ചൂടുള്ള പാൽ വേണം എടുക്കാനായിട്ട്. ഒരുപാട് ചൂടുള്ളത് എടുക്കരുത്, ഒരു ഇളം ചൂടുള്ള പാൽ വേണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ഈസ്റ്റൊക്കെ പാലിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മളിത് എടുക്കുന്നത്. ഇപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടുത്തെ ഒരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് മാത്രം മതി. ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരുന്നത് വരയ്ക്ക് ഒരു വിസ്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. മുട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മൈദ ഇട്ട് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാണ്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ വേണം കേട്ടോ നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടാനായിട്ട്. പിന്നെ ഒരു കാര്യം, വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോസൊക്കെ മുന്നോട്ടൊക്കെ പോവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മൈദൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാലോ അതല്ലെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് പാടില്ല. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു 200 ml പാല് അതിലേക്ക് 1 കപ്പ് മൈദയും പിന്നെ ആ ഒരു മുട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പഞ്ചസാരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത്ര മതി കേട്ടോ. വേറെ ഇതിലേക്കൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുകയൊന്നും ചെയ്യരുത്. ആ ഒരു പാൽ തന്നെ മതിയാകും കേട്ടോ. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് ഉടനെ തന്നെ ബണ്ണ് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിൽ നല്ലോണം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ മെഷറിങ് സ്പൂൺ കൊണ്ടാണ് ഒരു മാവ് കോരി ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുഴിയായിട്ടുള്ള തവി ഉണ്ടല്ലോ അതിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുഴിയുള്ള അതിൽ ഒഴിച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് പറയണത്. എണ്ണയിലോട്ട് നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കുകയൊന്നും ചെയ്യരുത്. കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. അത് നല്ലോണം അങ്ങനെ വീർത്തിട്ടൊക്കെ വരും. അതിന് ശേഷം വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൂടെ കൊടുക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം തന്നെ വെന്തിട്ടൊക്കെ വരുള്ളൂ. പിന്നെ അതിൻ്റെ പുറം ഭാഗം നല്ലൊരു കളറൊക്കെ ആക്കിയിട്ടൊക്കെ എടുക്കണം കേട്ടോ. എന്നാലാണ് ഇത് കാണാനും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കോരി എടുത്തതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാൽ ബണ്ണ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. നല്ല സോഫ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പഞ്ഞി പോലെയാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇപ്പോൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോനെ കുറിച്ചിട്ടും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.